ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു ചിക്കൻ റോസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടു. അതിനായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വേറെ പൊടികളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. നല്ല രീതിയിൽ നമുക്ക് ചിക്കനിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്കപ്പോൾ മറ്റൊരു പാനിലേക്ക് നമുക്ക് അല്പം കുരുമുളകും മല്ലിയും പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് വറുത്തെടുക്കാം. നമുക്കിത് വറുത്ത് പൊടിച്ചിട്ട് ചിക്കനിലേക്ക് ഇടാനുള്ളതാണ്. നല്ല രീതിയിൽ വറുത്തെടുക്കണം. ഇപ്പം നല്ലപോലെ വറുത്തിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കരിയാൻ നിൽക്കരുത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോ ഇല്ലെങ്കിൽ കല്ലിലൊക്കെ ഇടിച്ചിട്ട് നമുക്കിത് പൊടിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ ഈ ഒരു പരുവം കണ്ട നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത് നമുക്ക്. ഇനി നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട. ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനില്ലേ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ മതി. പെട്ടെന്ന് റെഡിയാകും നമ്മുടെ ചിക്കൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ ഏകദേശം ചിക്കനൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ്, ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മുടെ മല്ലിയും കുരുമുളകൊക്കെ പൊടിച്ച് വെച്ച മസാലയും കൂടെ ഇതിലേക്കിട്ട്, ഞാനിവിടെ ചെറിയ സവോള ആയതുകൊണ്ടാണ് 3 എടുത്ത്, വലുതാണെങ്കിൽ 2 മതി. അതും കൂടെ ഞാൻ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടതും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഈ ചിക്കനിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റാണ്. പെട്ടെന്ന് വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എന്തായാലും എല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.